everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 85th lecture on Strategic Cost and Management Accounting. This lecture is based on Business Analysis Embedded in Enterprise Performance Management, which is the 6th module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about techniques for business analysis, and in this lecture, we are going to continue with the same topic, that is techniques for business analysis. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഡെഫിനിഷൻ, കണ്ടീഷൻസ് ടു യൂസ് ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതം, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്, ഇത്രയുമായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ആണ്. 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, second one is lowest cost entry method or matrix minima method, and the third one is Vogel's approximation method or penalty method. Northwest corner rule. ഈ മെത്തേഡ് പ്രകാരം ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്പ് 1. Allocate to the uppermost left corner cell maximum possible amount which is minimum of row total and column total. So either row or column total gets exhausted. So cross off that row or column as the case may be. അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കോസ്റ്റ് മെട്രിക്സിൻ്റെ അപ്പർ മോസ്റ്റ് ലെഫ്റ്റ് കോർണറിലുള്ള സെല്ല്, ആ സെല്ലിൽ മാക്സിമം പോസിബിൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുക. ഈ മാക്സിമം പോസിബിൾ എമൗണ്ട് എന്ന് പറയുന്നത് റോ ടോട്ടൽ ആൻഡ് കോളം ടോട്ടൽ, ഇതിൽ രണ്ടിലും മിനിമം ഏതാണോ ആ എമൗണ്ട് ആയിരിക്കും. സോ ഒരു റോയുടെ അല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ ടോട്ടൽ എക്സോസ്റ്റ് ചെയ്യപ്പെടും. ഇത് റോയുടെ അല്ലെങ്കിൽ ഏത് കോളത്തിൻ്റെ ടോട്ടലാണോ എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നത്, ആ റോ അല്ലെങ്കിൽ ആ കോളം ക്രോസ് ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 2. കൺസിഡർ ദ റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഇൻ ദാറ്റ് മെട്രിക്സ് അലോക്കേറ്റ് ടു ദ അപ്പർ മോസ്റ്റ് ലെഫ്റ്റ് കോർണർ സെൽ മാക്സിമം പോസിബിൾ എമൗണ്ട് വിച്ച് ഈസ് മിനിമം ഓഫ് പ്രസൻറ്റ് റോ ടോട്ടൽ ഓർ കോളം ടോട്ടൽ. ഫസ്റ്റ് സ്റ്റെപ്പിൽ കോളമോ റോയോ ക്രോസ് ഓഫ് ചെയ്ത് ഒരു റെഡ്യൂസ്ഡ് മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ അപ്പർ മോസ്റ്റ് ലെഫ്റ്റ് കോർണർ സെല്ലിൽ മാക്സിമം പോസിബിൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുക. മാക്സിമം പോസിബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ പ്രസൻ്റ്ലി ഉള്ള റോ ടോട്ടൽ അല്ലെങ്കിൽ കോളം ടോട്ടൽ ഇവയിൽ മിനിമം ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. സ്റ്റെപ്പ് 3. റിപ്പീറ്റ് ദ എബോവ് സ്റ്റെപ്സ് അൺടിൽ ഓൾ ദ അവൈലബിൾ ക്വാണ്ടിറ്റീസ് ആർ എക്സോസ്റ്റഡ്. അതായത് അവൈലബിൾ ക്വാണ്ടിറ്റീസ് എല്ലാം എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. Second method is lowest cost entry method or matrix minima method. Step 1. Choose the cell having the lowest cost in the matrix. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കോസ്റ്റ് മെട്രിക്സിൽ ലോവസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ല് ചൂസ് ചെയ്യുക. അലോക്കേറ്റ് ദെയർ ആസ് മച്ച് ആസ് പോസിബിൾ വിച്ച് ഇസ് ദ മിനിമം ഓഫ് ദ റോ ടോട്ടൽ ആൻഡ് കോളം ടോട്ടൽ. ആൻഡ് ഈ പറഞ്ഞ സെല്ലിൽ റോ ടോട്ടൽ അല്ലെങ്കിൽ കോളം ടോട്ടൽ ഇതിൽ മിനിമം ഏതാണോ ആ മിനിമം എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുക. ദസ് എയ്തർ എ റോ ടോട്ടൽ ഓർ കോളം ടോട്ടൽ ഈസ് എക്സോസ്റ്റഡ്. അങ്ങനെ ഒരു റോ ടോട്ടലോ അല്ലെങ്കിൽ ഒരു കോളം ടോട്ടലോ എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നു. ക്രോസ് ഓഫ് ദ കറസ്പോണ്ടിങ് റോ ഓർ കോളം. ഈ എക്സോസ്റ്റ് ചെയ്യപ്പെട്ട റോ അല്ലെങ്കിൽ കോളം ക്രോസ് ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 2. ഫ്രം ദ റെഡ്യൂസ്ഡ് മാട്രിക്സ് ലൊക്കേറ്റ് ദ സെൽ ഹാവിംഗ് ദ ലോവസ്റ്റ് കോസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഒരു റോയോ ഒരു കോളമോ ക്രോസ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള റെഡ്യൂസ്ഡ് മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ ലോവസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ല് ലൊക്കേറ്റ് ചെയ്യുക. ആൻഡ് ഈ സെല്ലിൽ വീണ്ടും മാക്സിമം പോസിബിൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുക. ആൻഡ് അതുവഴി വീണ്ടും ഒരു റെഡ്യൂസ്ഡ് മെട്രിക്സ് ലഭിക്കും. സ്റ്റെപ്പ് 3. കണ്ടിന്യൂ ദിസ് പ്രോസസ് അൺടിൽ ഓൾ ദ അവൈലബിൾ ക്വാണ്ടിറ്റീസ് ആർ എക്സോസ്റ്റഡ്. എല്ലാ അവൈലബിൾ ക്വാണ്ടിറ്റീസും എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. And the third method is Vogel's approximation method, penalty method. Step 1. Under this method, we write the difference between smallest and the second smallest element cost in each column below the corresponding column within brackets. ഈ മെത്തേഡിൽ ഓരോ കോളത്തിലെയും സ്മോളസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആ കറസ്പോണ്ടിങ് കോളത്തിൻ്റെ താഴെ ബ്രാക്കറ്റ്സിൽ എഴുതും. സിമിലർലി റൈറ്റ് സിമിലർ ഡിഫറൻസസ് ഇൻ ഈച്ച് റോ ടു ദ റൈറ്റ് ഓഫ് കറസ്പോണ്ടിങ് റോ. ഇതുപോലെ ഓരോ റോയിലെയും സ്മോളസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആ കറസ്പോണ്ടിങ് റോയുടെ റൈറ്റിൽ ബ്രാക്കറ്റ്സിൽ എഴുതും. ദീസ് ഡിഫറൻസസ് ആർ നോൺ ആസ് പെനാൽറ്റി. ഈ ഡിഫറൻസസുകളെയാണ്
പെനാൽറ്റി എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2. Select the row or column having the largest penalty and allocate the maximum possible amount to the cell with lowest cost in that row or column as the case may be. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയ പെനാൽറ്റി, അതിൽ ലാർജസ്റ്റ് പെനാൽറ്റി വരുന്ന റോ അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ റോ അല്ലെങ്കിൽ കോളം അതിൽ ലോവസ്റ്റ് കോസ്റ്റ് വരുന്ന സെല്ലിൽ മാക്സിമം പോസിബിൾ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുക. Thus either the row total or column total is completely exhausted. So row total അല്ലെങ്കിൽ column total completely exhaust ചെയ്യപ്പെടും. Cross of that row or column. And ഇങ്ങനെ exhaust ചെയ്യപ്പെടുന്ന റോ അല്ലെങ്കിൽ കോളം ക്രോസ് ഓഫ് ചെയ്യുക. Construct the reduced matrix with the remaining rows and columns. അതിനുശേഷം റിമൈനിങ് റോസും കോളംസും യൂസ് ചെയ്ത് റെഡ്യൂസ്ഡ് മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. Step 3. For the reduced matrix obtained, apply steps 1 and 2 until the rows and columns totals are exhausted. And ഇപ്പോൾ obtain ചെയ്ത reduced matrix, ആ മാട്രിക്സിൽ റോസ് ആൻഡ് കോളംസ് ടോട്ടൽസ് എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം അപ്ലൈ ചെയ്യുക. We will discuss the balance portion of transportation problem in the next lecture. Thank you.